പ്രിയമുള്ളവരെ, ഒരു വലിയ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ ചെടികളുടെ കീഴെ നമ്മൾ വെള്ളവുമായി നനയ്ക്കേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ പെരുമഴകൾ പെയ്തു തോന്നിയിരിക്കണം. ഞാനിവിടെ സംസാരിക്കാൻ ഷാഹിൻ എന്നോട് ആവശ്യപ്പെട്ട വിഷയത്തിൽ മാത്രം കൂടി സംസാരിക്കാം. അതിൽ ആവശ്യത്തിലേക്ക് വരുന്ന ആമുഖമായിട്ട് സംസാരിച്ചു മുഹമ്മദ് സാർ സംസാരിച്ച ഒരു കാര്യമാണ് ഈ മാരേജ് റേറ്റിനെ കുറിച്ച്. എൻ്റെ ഒരു ചെറിയ അനുഭവമാണ്. ഇന്നലെയും നമ്മൾ പറയിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ പോലീസ് സേനയിലെ കേരള പോലീസ് സേനയിലെ മനുഷ്യരെ എങ്ങനെ ജെൻഡർ സെൻസിറ്റീവ് ആക്കാം എന്നതായിരുന്നു ഇന്നത്തെ ചർച്ച. ഇന്നാണ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ ചർച്ചയിൽ ബോധ്യം എന്ന ഒരു ഒരു പ്രോഗ്രാമിലാണ് അതിന് ജെൻഡർ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ട്രെയിനിങ് കേരള പോലീസ് അക്കാഡമിയിൽ നടക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ചോദിച്ചവർക്ക് 30 വർഷത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥരായിരിക്കുന്ന ആളുകൾക്ക് ഈ സർവീസ് കോഴ്സ് കൊടുക്കുകയാണ്. എത്ര പേർക്ക് മാരിറ്റൽ റേപ്പ് ക്രൈമാണോ, നിങ്ങൾ എത്ര പേര് FIR ക്രൈമാണോ എന്ന് മനസ്സിലാക്കുന്നത് എത്ര പേരുണ്ട്? വളരെ പ്രോഗ്രസീവായി മറുപടി പറയാൻ ഉത്തരവാദിത്തമുള്ള ഒരു സ്പേസ് ആണല്ലോ. കാരണം ജെൻഡർ സെൻസിറ്റീവ് ക്ലാസ്സുകളാണല്ലോ നടക്കുന്നത്. ഉടനെ എല്ലാ പോലീസുകാരും, ആൺപെൺ പോലീസുകാർ എല്ലാവരും 45 പേര് കൈപൊക്കി മാരിറ്റൽ റേപ്പ് ഓഫൻസ് ആണ്. അതായത് വിവാഹം കഴിഞ്ഞ് നടക്കുന്ന ബന്ധത്തിൽ നടക്കുന്ന വയലൻസ് മാരിറ്റൽ റേപ്പ് ഓഫൻസ് ആണ്. ഞാൻ അപ്പോൾ ചോദിച്ചു, സർ ഒരു FIR എടുത്തിട്ടുണ്ടോ അതിൻ്റെ മുകളിൽ? അത് എന്താണ് ഇത് സംഭവിച്ചത്, എന്താണ്? അപ്പോൾ അയാളിങ്ങനെ ആലോചിക്കുകയാണ്. ഒരു ഭാര്യ നൽകിയ പരാതിയിൽ ഏത് ഭർത്താവിനെയാണ് അറസ്റ്റ് ചെയ്തത് അയാൾക്ക് ഓർമ്മയില്ല. പക്ഷെ ഇവർക്ക് എല്ലാവർക്കും അറിയാം മാരിറ്റൽ റേപ്പ് ഓഫൻസ് ആണ്, ശിക്ഷിക്കേണ്ട കുറ്റമാണ്. ഇതാണ് നമ്മളുടെ ഇത്രയും പ്രബുദ്ധമായ കേരളത്തിലെ ആളുകൾ 30 കൊല്ലം പോലീസ് സേവനം ചെയ്തിട്ടും അവനവന്റെ നിയമവ്യവസ്ഥയെ കുറിച്ചുള്ള അറിവ് എന്നുള്ളത് അന്ന് മനസ്സിലായ കാര്യമാണ്. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഒരു സ്ത്രീ സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ പറഞ്ഞു, ഞാനെന്ന ആശ എന്നെ H എന്ന ഹസ്ബൻഡ് റേപ്പ് ചെയ്താൽ അയാൾ കുറ്റവാളിയല്ല, എന്നാൽ S എന്ന സ്ട്രേഞ്ചർ റേപ്പ് ചെയ്താൽ അയാൾ കുറ്റവാളിയാണ്. അപ്പൊ എങ്ങനെയാണ് ഈക്വാലിറ്റി വരുന്നത്, എങ്ങനെയാണ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ കിട്ടുന്നത്? ഈ 2 പേരും എന്നോട് ചെയ്ത ഒരേ കുറ്റമാണ്, പക്ഷെ എനിക്ക് പ്രൊട്ടക്ഷൻ ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂട്ടുകാരെ റേപ്പ് ചെയ്ത കുറ്റമാണ്, അവളുടെ ഹസ്ബൻഡ് ചെയ്താൽ കുറ്റമല്ല എന്ന സംഗതി വരുമ്പോഴും ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ച സമയത്ത് കോടതി പറഞ്ഞ മറുപടിയിൽ ദ കോൾഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ, തനത് കട്ടപിടിച്ച നമ്മുടെ ഭരണഘടനാ നിയമങ്ങൾക്ക് ഹാസ് നോ റൂം ഇൻ ദ വാം അറ്റ്മോസ്ഫിയർ ഓഫ് ഡൊമസ്റ്റിക് റിലേഷൻസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗാർഹികത, ഊഷ്മളമായ ഗാർഹിക അന്തരീക്ഷത്തിൽ തനത് കട്ടപിടിച്ച ഭരണഘടനാ നിയമങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് വന്നത്. അപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിനകത്താണ് ഇത്തരം വിഷയങ്ങളെ കുറിച്ചുള്ള ഒരു ചർച്ച പോലും നടത്താനുള്ള സംവിധാനം ഉണ്ടാകുന്നത്. അതായത് അബ്യൂസ് എന്ന് പറയുന്ന സമയത്ത് സെക്ഷൽ അബ്യൂസും ഒരു അബ്യൂസ് ആണ് എന്ന് നിയമം റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ആശ്വാസകരമായിട്ടുള്ള സംഗതി. യഥാർത്ഥത്തിൽ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിനെ വീടിനകത്തുള്ള ഒരു കോഡ് ഓഫ് കണ്ടക്ട് ആയി കാണണമെന്നാണ് ഞാൻ എല്ലാവരോടും പറയുന്ന സംഗതി. അതുപോലെ തന്നെ പോഷ് ആക്ട് വരുന്ന സംഗതികളും നമ്മുടെ നമ്മുടെ ജോലി സ്ഥലത്തുള്ള ഒരു കോഡ് ഓഫ് കണ്ടക്ട് ആയിട്ട് കാണാനാണ് വേണ്ടത്. നിയമങ്ങൾ എന്ന് പറയുന്നത് അത് വൈകിക്കാൻ ശിക്ഷിക്കാനുള്ള സംഗതി മാത്രമല്ല, മറിച്ച് ഈ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ സംസ്കൃതരായി സിവിലൈസ്ഡ് ആയിട്ട് ജീവിക്കാം എന്നതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നിയമങ്ങളെ തീർച്ചയായും അത് ഒരു പണിഷ്മെന്റ് ചെയ്യാനുള്ള ഒരു സംഗതി മാത്രമായിട്ടല്ല, അതിനെപ്പോഴും ഒരു സൊസൈറ്റിയുടെ ചേഞ്ചിന് വേണ്ടി, സോഷ്യൽ ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിക്കണം എന്ന് മാത്രമാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ അതിനെക്കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഉപയോഗം. പക്ഷെ ഈ നിയമവ്യവസ്ഥ അങ്ങനെയാണ് എന്ന് പ്രതീക്ഷിച്ച് നിയമവ്യവസ്ഥയിൽ ചെന്ന് ഒരു പരാതി കൊടുക്കുന്ന ഒരു അതിജീവിക എന്ന് നമ്മൾ പറയാം. നിയമത്തിൽ വിക്ടിം എന്ന് തന്നെയാണ് ഇപ്പോഴും പേര്, സർവൈവർ എന്നല്ല. അപ്പോൾ ആ വിക്ടിം അവിടെ എത്തുന്ന സമയത്ത് എന്താണ് നിയമവ്യവസ്ഥ അവർക്ക് കൊടുക്കുന്ന സ്പേസ് എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ എല്ലാവരും വിചാരം നമ്മളൊരു ഇപ്പോൾ പൊതുവെ നമ്മുടെ ഭാവനയുടെ കേസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നമുക്ക് ഒരു റോളും ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അഡ്വക്കേറ്റ് മിനിയെ ഇത്രയും ആക്ഷേപിച്ചുകൊണ്ട് ഒരു ജഡ്ജിന് സംസാരിക്കാൻ പറ്റിയത്. അവർ കോടതിയിൽ നിന്ന് ഉറങ്ങുകയായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുള്ളത്
എല്ലാ ദിവസവും അജികുമാർ സാർ ചിലപ്പോൾ കോടതിയിൽ പോയിരുന്ന ആ സ്ത്രീയുടെ സമയത്തെയോ അവരുടെ അധ്വാനത്തെയോ അവരുടെ മെനക്കെടുത്തെയോ ഒന്നും അവർക്ക് കാണാനൊന്നും പറ്റിയില്ല. പകരം ഒരു കോർട്ട് ഓഫീസർ ആയിട്ടിരിക്കുന്ന ഒരു കോടതിയിലെ പ്രിസൈഡിംഗ് ഓഫീസർ മാത്രമാണ് ജഡ്ജ്. അവിടെ ഇരിക്കുന്ന അഡ്വക്കേറ്റ്സും ഡിഫൻസും പ്രോസിക്യൂഷൻ എല്ലാവരും അവിടുത്തെ കോർട്ട് ഓഫീസർമാരാണ്. അത് മനസ്സിലാക്കാതെയാണ് ആ കോടതിയുടെ തന്നെ കണ്ടന്റ് എടുക്കുന്ന രീതിയിലുള്ള സംഭാഷണം ആ ജഡ്ജി നടത്തിയതെന്ന് നമുക്ക് സംസാരിക്കേണ്ടി വരും. കാരണം ഇപ്പൊ പ്രോസിക്യൂട്ടർമാരുടെ സ്വപ്നയും മാധുരിയൊക്കെ അറിയാം, പ്രോസിക്യൂട്ടറിന്റെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു അതിജീവിതയ്ക്ക് ഒരു വക്കീലിനെ എടുക്കാൻ സാധിക്കുക. ഇനി അഥവാ അങ്ങനെ ഒരു വക്കീലിനെ വെച്ചാൽ തന്നെ ആ വക്കീലിന് കോടതിയിൽ സംസാരിക്കാൻ അനുവാദമില്ല. അപ്പോൾ എത്രത്തോളം പുരോഗമനമായി മാറി നമ്മുടെ നിയമവ്യവസ്ഥ, എത്രത്തോളം സ്ത്രീ അനുകൂല നിയമങ്ങൾ വന്നു, നിയമങ്ങൾ ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമട്ടിൽ എഴുതി വയ്ക്കുകയും പുസ്തകത്തിൽ വരികയും ചെയ്യുന്നത് കൂടാതെ അത് പ്രൊസീജിയറൽ ലെവലിലേക്ക് വരുന്ന സമയത്ത്, അത് പ്രവർത്തിക്കുന്ന സമയത്ത് അത് വളരെ സ്ത്രീവിരുദ്ധമാണ്, മനുഷ്യവിരുദ്ധമാണ്. കാരണം എനിക്ക് എന്റെ സൗണ്ട് അവിടെ കേൾക്കുന്നില്ല, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളുടെ പ്രോസിക്യൂട്ടർക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ചില കേസുകളിൽ, ഇത്തരം കേസുകളിലൊക്കെ അപൂർവമായിട്ടുള്ള കേസുകൾ നമ്മൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം പണം പ്രോസിക്യൂട്ടർ കിട്ടുന്നുണ്ട്, എത്ര പേര് അസിസ്റ്റ് ചെയ്യാനുള്ള അസിസ്റ്റൻസിനുള്ള സാമ്പത്തികമായിട്ട് യാതൊരു ചെലവില്ല, ഓഫീസ് ഇല്ല, യാത്ര ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ 3 വർഷക്കാലം 1.5 വർഷക്കാലം ഇവിടെ ഭവനയുടെ കേസുകൾക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം കേസുകൾ മുഴുവനും തകർന്നു പോയിട്ടുള്ള ഓഫീസറെ നഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ രീതിയിലുള്ള യാതൊരുവിധ ഒരു മോണിറ്ററിയോ അല്ലാത്ത രീതിയിലുള്ള യാതൊരു കോമ്പൻസേഷനോ അതിനുള്ള പണമോ അതിന് ലഭിക്കുന്നുമില്ല, അതിന് വേണ്ട ഇൻസ്ട്രക്ടർ ഇല്ല. പക്ഷെ അതേസമയം വിക്ടിമിന്റെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് ഞാനൊരു പ്രോസിക്യൂട്ടർ വെച്ചൊരു സമാധാനമായിട്ടിരിക്കാൻ പറ്റുന്ന അവസ്ഥയുമല്ല. അപ്പൊ വിക്ടിം പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യമാണ്. ഈ പ്രോസിക്യൂട്ടറിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചറിന് ആര് കൊടുക്കും? സ്റ്റേറ്റിന് കൊടുക്കാൻ വളരെ ബാധ്യതകളാണ്, വളരെ പ്രശ്നങ്ങളാണ്. അത് വിക്ടിമിന് ആര് കൊടുക്കും? കൊടുക്കുന്നത് വിക്ടിം സ്വന്തമായി ഞാൻ ശരി എന്തെങ്കിലും പൈസ ഉണ്ട്, ഞാനൊരു രാമപിള്ളയെ വാങ്ങിച്ചു കൊണ്ടിരിക്കാം, എന്ത് കാര്യം ഈ രാമപിള്ളയ്ക്ക് എന്നോട് വായി തുറക്കാൻ പറ്റില്ല. അപ്പോൾ അവരോട് മിണ്ടാതിരിക്കാൻ ഒബ്സർവറിനെ പോലെ ഇരിക്കാനേ സാധിക്കുള്ളൂ. ഇതാണ് നമ്മുടെ നിയമവ്യവസ്ഥ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ പല ലോ കമ്മീഷൻ റിപ്പോർട്ടുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ട് മലയപ്പാട്ട് കമ്മിറ്റി റിപ്പോർട്ടാണ് കുറച്ചുകൂടി ഭേദമായി വിക്ടിംസ് ജൂറിസ്പ്രുഡൻസ് സ്പേസ് പറയും. അങ്ങനെ പറയുന്ന സമയത്ത് വളരെ വ്യക്തമാണ്, വിക്ടിം വളരെ നിശബ്ദനായിരിക്കേണ്ട ഒരാളല്ല, ശരിയാവേണ്ട ഒരാളല്ല. വിക്ടിമിന് ഈ ക്രിമിനൽ പ്രോസിക്യൂഷനിൽ കേവലം വിറ്റ്നസിന്റെ പൊസിഷനിൽ നിന്ന് മാറി ആവശ്യമുള്ള സമയത്ത് ഇടപെടാനും സംസാരിക്കാനും സ്വന്തമായി വക്കീലിനെ വിളിക്കാനും വക്കീലിനും സംസാരിക്കാനുള്ള സ്പേസ് ഉണ്ടാവുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രൊസീജിയർ നിയമങ്ങൾ മാറിയുള്ള സമയം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. വിക്ടിമിന് വേണ്ടിയുള്ള കോമ്പൻസേഷൻ സ്റ്റേറ്റ് നടത്തുന്ന വയലൻസ് ആണ്. നമ്മുടെ നാട്ടിലെ ഓഫൻസ് എന്ന് പറഞ്ഞാൽ സംതിങ് ഫോർബിഡൻ ബൈ ലോ, നിയമം അരുത് എന്ന് പറയുന്നത് മാത്രമാണ് കുറ്റകൃത്യം. നിയമം അരുത് എന്ന് പറഞ്ഞില്ലെങ്കിൽ അത് കുറ്റകൃത്യം വേണ്ട. എന്നാൽ എനിക്ക് ഓർമ്മയുണ്ട്, കമ്മ്യൂണിസ്റ്റ് റഷ്യയിലാണ് ഓർമ്മ, അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് സോഷ്യലി ഡേഞ്ചറസ് ആക്ട് ഈസ് എൻ ഓഫൻസ് എന്നാണ്. അപ്പൊ ഇവിടെ അങ്ങനെ തന്നെയാണ്, സ്റ്റേറ്റ് ആണ് ഇവിടെ വരുന്നത് നമുക്ക് വേണ്ടിയിട്ട്. അതായത് എന്റെ നേരെ നടക്കുന്ന അതിക്രമം എന്ന് പറയുന്നത് അത് എന്റെ നേരെ മാത്രമേ, സമൂഹത്തിന് തന്നെ നേരെ നടക്കുന്ന അതിക്രമമാണ്. ഞാൻ ഓർക്കുന്ന ഒരു സംഗതി, ഹിന്ദി മാഷ് വന്നിട്ട് കേന്ദ്ര വിദ്യാലയത്തിൽ മകൾ പഠിക്കുന്ന സമയത്ത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അടുത്തിരുന്ന കുട്ടിയെ ഉറക്കടിച്ചു, കുട്ടിയുടെ പേരെ ചോര വന്നു. വീട്ടിൽ വന്നിട്ട് കരയുന്നുണ്ട്, മോളെ എന്താണ് കാര്യം ചോദിച്ച സമയത്ത് എന്റെ കൂട്ടുകാരിയെ മാഷ് അടിച്ചു. അപ്പൊ മോളെ അടിച്ചോന്നില്ല, കൂട്ടുകാരി അടിച്ചു. അത് കൂട്ടുകാരി അടിച്ചപ്പോൾ എന്റെ ഹാർട്ട് ബ്രേക്കായി പോയി, എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല, അവള് വേദന സഹിച്ചു പിടിച്ചു, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അമ്മ നാളെ വന്ന് സംസാരിക്കണം മാഷോട്, അതുപോലെ തന്നെ പ്രിൻസിപ്പളിനോട്. ഞാൻ എന്താ ഞാൻ സംസാരിക്കേണ്ടത്, മാഷ് മാറ്റാൻ പറയണം, പറ്റില്ല, മാഷെ മാറ്റരുത്, മാഷ് അവിടെ തന്നെ ഉണ്ടാവാം, അടിക്കാതെ പഠിപ്പിക്കാൻ പറയണമെന്ന് 5ാം ക്ലാസ്സിലെ കുട്ടി എന്നെ പഠിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അതാണ് എനിക്ക് പറയുന്നത്. ജഡ്ജസിനെ മാറ്റുകയോ നമ്മുടെ സിസ്റ്റത്തെ ആളുകളെല്ലാം നമ്മൾ എടുത്ത് കളയുന്നത്, പകരം നമ്മുടെ സിസ്റ്റം അവരെ അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കണം. ഇങ്ങനെ ജഡ്ജ്മെന്റ് എഴുതുന്ന, ഇത്രയും നെഗറ്റീവായിട്ടുള്ള രീതിയിൽ കമന്റ്സ് പറയുന്ന, ഇത്രയും അധികം ജീവിതത്തിന് നേരെ വയലൻസ് ചെയ്തിട്ടുള്ള ഒരു കോടതി എന്ന് പറയുമ്പോൾ ആ കോടതി എവിടെ അക്കൗണ്ടബിൾ ആകാൻ സാധിക്കും? ഇനിയുള്ള കോടതികൾക്കും അത് മാതൃകയാവാൻ പാടില്ല. എത്രയോ കേസുകളിൽ നമുക്കറിയാവുന്ന കാര്യമാണ്. തൃശ്ശൂർ കുടുംബ കോടതിയിൽ ഇരിക്കുന്ന സമയത്ത് വക്കീലിന്റെ സൗണ്ട്, വക്കീൽ ഇന്നലെ സൗണ്ട് ചെവി വേദനിക്കുന്നു, നിങ്ങൾ നേരെ ഈ കോടതി ശബ്ദം കേൾക്കരുത് എന്ന് പറഞ്ഞുള്ള ഒരു കോടതി ജഡ്ജി ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ സ്ത്രീകളുടെ സൗണ്ട് കേൾക്കുമ്പോൾ പോലും ചെവി വേദനിക്കുന്നു എന്ന് പറഞ്ഞ് കോടതി ഫാമിലി കോടതി ഇരുന്നിട്ട് അദ്ദേഹം എന്ത് ജഡ്ജ്മെന്റ് ആണ് നൽകാമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടി വരും. അപ്പൊ ഇത്രയും പല വിധത്തിലും ഇത്തരം രീതിയിലുള്ള
ഒട്ടും സെൻസിറ്റീവ് അല്ലാത്ത അതേസമയം വളരെ എൻഗേജ്ഡ് ആയിട്ടുള്ള മെന്റാലിറ്റി ഉള്ള ജഡ്ജസും ഉണ്ട്. ഇവർക്കൊക്കെ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞ കാര്യമാണ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ മോള് എത്രത്തോളമാണ് നമ്മുടെ ഈ അധികാരം മുഴുവനും ഒരൊറ്റ ജഡ്ജിന് മുകളിൽ മുന്നിൽ കിടക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മാറി ചിന്തിക്കുകയും അതിലേക്ക് ഇടപെടുകയും ആ രീതിയിലുള്ള മാറ്റം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ വിക്ടിംസ് ജൂറിസ്പ്രുഡൻസിന്റെ പോയിന്റിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഈ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞ കാര്യം നാമമാത്രമായിട്ടുള്ള ചെറിയ തുക കൊടുത്തുകൊണ്ട് എന്തെങ്കിലും ആ ബെനിഫിറ്റ് കിട്ടുന്ന സമയത്ത് നമുക്കറിയാമല്ലേ പോക്സോ കേസിൽ ഒരു കുട്ടി പെട്ടുപോയിട്ട് എമൗണ്ട് കൊടുക്കുന്നുണ്ട്. ഈ എമൗണ്ട് കൊണ്ടുപോയിട്ട് ഒരു പക്ഷേ ആ കുട്ടിക്കായിരിക്കില്ല, ചേച്ചിക്കായിരിക്കും കമ്മല് വാങ്ങുന്നുണ്ടാവുക, അല്ലെങ്കിൽ വേറെ ആൾക്കാർക്ക് 2 വീലർ നന്നാക്കാൻ കൊടുക്കുന്നുണ്ടാവും. ഈ രീതിയിലാണ് പണം. പക്ഷെ ആ എമൗണ്ട് അല്ലെങ്കിൽ അതിനു വേണ്ടി ഗവൺമെന്റ് മാറ്റിവെക്കുന്ന എഫേർട്ട് ആ കുഞ്ഞിന്റെ തന്നെ വിദ്യാഭ്യാസത്തിന് ഹയർ എഡ്യൂക്കേഷൻ സീറ്റായിട്ടോ അതല്ലെങ്കിൽ ആ കുട്ടിക്ക് മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു ജോലിയായിട്ടോ മറ്റാവശ്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റേറ്റ് റെസ്പോൺസിബിളായി മാറുന്ന രീതിയിലും അക്കൗണ്ടബിൾ ആകുന്ന രീതിയിലും അത് മാറുന്നതിന് കാലം അതിക്രമിച്ചു. അതുപോലെ ഒരിക്കലും ട്രോമ മനസ്സിലാക്കിക്കൊണ്ടേയല്ല. ഇപ്പൊ ഞാൻ തൃശ്ശൂർ CWSലെ മെമ്പറാണ്. എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുന്നു. അഡോപ്റ്റ് ചെയ്ത കുഞ്ഞുങ്ങളുടെ ICP അവരുടെ ജീവിതത്തിന്റെ എന്താണ് ഇവരുടെ ലൈഫിൽ സംഭവിച്ചെന്നുള്ള കാര്യങ്ങൾ പ്രൊസീജിയർ അതിൽ സത്യസന്ധമായി രേഖപ്പെടുത്താതെ ഒരു കുഞ്ഞിനെ ഡൽഹിയിൽ നിന്നും ഒരു ഹോമിൽ നിന്നും കേരളത്തിലെ മലയാളി സ്ത്രീ ദത്തെടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ 6 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പ്രോസിക്യൂഷൻ സമൻസ് കോടതിയിൽ വരികയാണ്. ഈ കുഞ്ഞ് കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത് 4-5 വയസ്സുള്ള സമയത്ത് അതിക്രമത്തിന് വിധേയമായിട്ട് കോടതിയിൽ വന്ന് മൊഴി കൊടുക്കണം. ഈ കുട്ടി 6 കൊല്ലം ഇവിടെ താമസിച്ചു. ഡോക്ടറെ മദറിന്റെ കൂടെ താമസിച്ചിട്ട് ഈ അമ്മ കുട്ടിയെ കൊണ്ട് തിരിച്ചു ചെന്ന് കോടതിയിൽ അമ്മ അറിയുന്നില്ല ഇതുവരെ ഈ സമൻസ് വരുമ്പോഴാണ് അറിയുന്നത്. എങ്കിലും ഡൽഹി കൊണ്ടുപോയി മൊഴി കൊടുത്ത് തിരിച്ചു വന്നത് കഴിഞ്ഞിട്ടുള്ള കുട്ടിയുടെ മാനസികാവസ്ഥ ഈ ട്രോമ കാരണം ആ കുഞ്ഞ് ഏറ്റവും എന്താ പറയുക മോശമായ അവസ്ഥകളിൽ പോവുകയും സ്വന്തം അഭിമൂലം പൊതിഞ്ഞ് അവരോടൊക്കെ വയ്ക്കുന്ന അത്രയും കയ്യിൽ നിന്ന് പോയി സൈക്യാട്രിക് പേഷ്യൻ്റായി മാറി അവസാനം അമ്മയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതെ ഈ കുഞ്ഞിന്റെ അഡോപ്ഷൻ റദ്ദാക്കുന്ന ഒരു പേപ്പറിൽ സൈൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ലൈഫിൽ ഏറ്റവും വേദനിക്കുന്ന ഒരു ദിവസം എന്ന് ഒരു എനിക്ക് തോന്നുന്നത് ആ ദിവസം എൻ്റെ ഈ കുഞ്ഞിനെ തിരിച്ച് ഡൽഹിയിലേക്ക് ഡിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് അതുപോലെ തിരിച്ച് അഡോപ്ഷനിലേക്ക് മാറ്റുന്ന അവസ്ഥ. ഇപ്പൊ നോക്കൂ, ഒരു പോക്സോ കേസിന്റെ അകത്ത് അല്ലെങ്കിൽ ഒരു ലൈംഗിക പീഡനം ഏറ്റു കഴിഞ്ഞിട്ടുണ്ടാകുന്ന അതിജീവിതയുടെ മാനസികാവസ്ഥ എവിടെ വരെ എത്തിച്ചേരുമെന്നും മറ്റെല്ലാ പിറ്റേ ദിവസം ചിരിച്ചുലോ കളിച്ചുലോ സിനിമയിൽ അഭിനയിച്ചുലോ അവരെ വേദിയിൽ വന്നിരുന്നല്ലോ പിന്നെ എങ്ങനെ അവരെ ട്രോമ മറികടന്നില്ലേ ചോദിക്കുന്ന ആളുകളോട് പറയാനുള്ള ഒരു വളരെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന രീതിയിൽ അവരെ വീണ്ടും ട്രോമാറ്റൈസ്ഡ് ആയിട്ട് ആ കുട്ടി അനുഭവിച്ചിട്ടുള്ള സിസ്റ്റമിക് ആയിട്ടുള്ള നമ്മുടെ സിസ്റ്റം 6 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ കുട്ടിയെ കൊണ്ട് ഇത് പറയിക്കുന്നത് എന്നുള്ളത് വലിയ വിഷയമാണ്. അതുകൊണ്ട് ഈ സമയം അത് വലിയ കുറ്റമാണ്. ഈ സമയം എന്ന് പറയുന്നത് അതായത് നമുക്കറിയാം ഡിലേഡ് ജസ്റ്റിസ് ഡിനൈഡ് ജസ്റ്റിസ് ആണ്. സുപ്രീം കോടതി പല കേസുകൾ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഡിലേ ഇത്തരം കേസുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായ കോടതികൾ ഡൊമസ്റ്റിക് വയലൻസ് അടക്കമുള്ള കേസുകളിൽ പ്രത്യേകമായ കോടതികളുടെ ആവശ്യവും നമുക്കൊരു ഒട്ടും സെൻസിറ്റൈസ്ഡ് ആയിട്ടുള്ള ആളുകളെല്ലാം പലപ്പോഴും ഡിഫൻസിൽ ഉണ്ടാവുന്നത് പ്രോസിക്യൂഷൻ ഉണ്ടാവുന്നത് ഒക്കെ തന്നെ ഇപ്പോഴാണ് നമുക്ക് ഒരു എന്താ പറയുക ചെറിയ രീതിയിലേക്ക് തുറന്ന് പറയാനെങ്കിലും പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. തൃശ്ശൂരിലേക്ക് ഒരു കുഞ്ഞിനെ വേണ്ടിയിട്ട് ഒരു ഡിഫൻസ് വക്കീൽ വന്നു. കുഞ്ഞിനെതിരായിട്ട് 3.5 വയസ്സുള്ള കുഞ്ഞിനെ 56 വയസ്സുകാരൻ പീഡിപ്പിച്ച കേസിൽ ഡിഫൻസ് വക്കീൽ വന്നു. ഡിഫൻസ് വക്കീൽ ജൂനിയേഴ്സ് വന്നു. കേസ് ജാമ്യം കിട്ടിയില്ല. അപ്പൊ എനിക്ക് ജാമ്യം കിട്ടി. ഞാൻ വന്നിട്ട് ഒരു എന്താ പറയുക ഒരു കേസാണ്. അത് സെക്സ് വർക്ക് ചെയ്തു എന്ന് ആരോപിക്കപ്പെട്ട ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഹാജരാകുന്നത്. എനിക്ക് ജാമ്യം കിട്ടിയില്ല. ജാമ്യം തരില്ലായിരുന്നു. പക്ഷെ ഞാൻ വാശി പിടിച്ച് ജാമ്യം വാങ്ങിച്ചത് തിരിച്ചു വരുന്ന സമയത്ത് എന്നോട് ജൂനിയർ വക്കീലന്മാരെ എന്നോട് കോടതിയിൽ നിന്ന് പറയുന്നു, നിങ്ങൾക്ക് നാളാവില്ല ഇങ്ങനത്തെ കേസുകൾ ചെയ്യാനായിട്ടെന്ന് ചോദിച്ചു. ഞാൻ തിരിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, അവരുടെ ഫയലിട്ടൊന്ന് വായിക്കും. 3.5 വയസ്സുള്ള കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത കേസിൽ ആൾക്ക് ജാമ്യം കിട്ടാത്തതിന്റെ ചൊരുക്ക് എന്റെ നേതൃത്വം 3.5 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് ഊണ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ അമ്മ ഈ ജോലിക്ക് പോയിട്ടുണ്ടാവുക. അതുകൊണ്ട് എനിക്ക് വലിയ നാണമില്ല, താൻ നല്ല ഫയൽ ഒന്നുകൂടി ഒന്ന് വായിച്ചിട്ട് എന്നോട് സംസാരിക്കും എന്ന് പറയുന്നത്. പക്ഷെ ഇന്നത്തെ കുറച്ചുകൂടി നമുക്ക് സെക്സ് വർക്കേഴ്സിന് വേണ്ടി കോടതി പോകാൻ പറ്റുന്ന ഈ ഒരു ബന്ധത്തെ കാര്യം പറയുന്നത് അന്ന് അവർക്ക് വേണ്ടി ഹാജരാകുന്ന വക്കീൽ പോലും സെക്സ് വർക്കർ ആണ് എന്ന രീതിയിൽ ആണ് കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകർ നമ്മളോട് ചെയ്യുന്നത്. ഈ കോടതികളിൽ ഞങ്ങൾക്ക് നിർബന്ധമായി ഒരു എല്ലാവരെയും കൊണ്ട് പോഷാക്കിനെ പറ്റി ഞങ്ങൾ സംസാരിക്കും.
പക്ഷെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ആക്ട് ഇല്ല. അത് കൊണ്ടുവരാതിരിക്കുന്ന സന്തോഷവും മറ്റു കാര്യങ്ങളും അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കട്ടെ. അപ്പൊ വിക്ടിമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് ഈ നിയമവ്യവസ്ഥ വളരെ നെഗറ്റീവായിട്ട് പല സമയത്തും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു. ഇപ്പൊ തന്നെ ഭാവനയുടെ കേസിൽ വന്ന സമയത്ത് എന്തുകൊണ്ട് ആ കോടതിയിൽ നിരന്തരം അവരെ വരുത്തിച്ചു, അവർക്ക് ഒരു എന്താ പറയുക ഓൺലൈനായിട്ടോ മറ്റോ കോടതിയിൽ ഹാജരാകുന്ന ഒരു സംവിധാനം ചെയ്തു കൊടുക്കാൻ സാധിച്ചില്ല. അതുപോലെ ഇതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളുടെ കേസ്, പോക്സോ കേസുകളൊക്കെ കുട്ടികളെ എന്തിനാണ് കോടതിയിലേക്ക് വരുത്തുന്നത്, അവർക്ക് കൃത്യമായി തന്നെ ഒരു ഓൺലൈനായിട്ടുള്ള ഒരു എവിഡൻസ് എടുക്കൽ നടപ്പിലാക്കി കൂടെ എന്നൊക്കെ ചോദിക്കുന്നത്. ഇപ്പോൾ പോക്സോ സമയത്തൊക്കെ നമ്മൾ കൃത്യമായി ചെയ്തു, സോറി മറ്റേ കോവിഡ് സമയത്തൊക്കെ കൃത്യമായി ചെയ്തു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ അത്തരം ഡിജിറ്റൽ സൗകര്യങ്ങൾ ഇനിയും വിക്ടിമുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സർവൈവേഴ്സിന് വേണ്ടി ചെയ്യേണ്ടതുണ്ട്. അല്ലാതെ ഇത്തരം ആക്രോശിക്കുന്ന മനുഷ്യരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുകയും ഇത്തരം നെഗറ്റീവായിട്ടുള്ള ജുഡീഷ്യലിലേക്ക് പറഞ്ഞേക്കല്ല വേണ്ടത്. അവരവരുടെ കുഞ്ഞുങ്ങൾ അവരുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ അതിജീവിതമാർ അവരുടെ സൗകര്യമായ സ്പേസിൽ ഇരുന്നുകൊണ്ട് വീഡിയോ കോൺഫറൻസിലൂടെ എവിഡൻസ് കൊടുക്കാവുന്ന സംവിധാനത്തിലേക്ക് എത്തണം. ആ രീതിയിലൊക്കെ മാറി ചിന്തിക്കേണ്ടുന്ന സമയമായിട്ട് നമ്മുടെ നിയമവ്യവസ്ഥ ഇപ്പോഴും എക്യൂസിനൊപ്പമാണ്. എക്യൂസിന് ട്രാൻസ്ലേറ്റ് ഉണ്ട്, എക്യൂസിന് സീറ്റ് ഉണ്ട്, എക്യൂസിന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എക്യൂസിന് സൗകര്യങ്ങൾ മാത്രം നോക്കുന്ന നിയമത്തിൽ നിന്ന് മാറേണ്ടതുണ്ട്. ഒരു വിക്ടിംസ് ജൂറിസ്പ്രുഡൻസ് അഥവാ ഒരു സർവൈവേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ജെൻഡർ ജൂറിസ്പ്രുഡൻസിന്റെ ആവശ്യകതയാണ് ഇന്ന് കാലം ആവശ്യപ്പെടുന്നത്. മറ്റ് ട്രാൻസ്ലേറ്റേഴ്സിന്റെ വിഷയങ്ങളും അതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പറയുന്നില്ല, എല്ലാവരും പറഞ്ഞു പോയതുകൊണ്ട് ഒരു ചുരുങ്ങിയ സമയമായതുകൊണ്ട് ഞാൻ ഈ വാക്കുകളിൽ അവസാനിപ്പിക്കുകയാണ്. സീറോ ടോളറൻസ് ക്യാമ്പയിൻ ആണെങ്കിലും ജെൻഡർ വയലൻസ് ക്യാമ്പയിനിലാണെങ്കിലും നമ്മൾ ഒരു ഇങ്ങനെ അടച്ച മുറികളിൽ വന്നിരുന്ന് സംസാരിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഓരോ നിമിഷവും എനിക്ക് തോന്നുന്നത് നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ ഏർപ്പെടുന്ന ഓരോ ബന്ധങ്ങളിലും നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ എല്ലാ ഇടങ്ങളിലും സ്ത്രീ എന്ന നിലയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുകയും നിമിഷം സർവൈവറായിട്ട് ജീവിക്കുകയും ചെയ്യുകയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെയായിരിക്കും ഓരോ സ്ത്രീക്കും പറയാനുള്ളത്. ഒരു ഇടത്ത് നമ്മുടെ ശബ്ദമാണ് പ്രശ്നമെങ്കിൽ, മറ്റൊരിടത്ത് നമ്മുടെ ദേഹമാണ് പ്രശ്നമെങ്കിൽ, മറ്റൊരിടത്ത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് പ്രശ്നമെങ്കിൽ, എവിടെയും എന്നും ഈ എന്താ പറയുക യുദ്ധം ചെയ്യുന്നത് പോലെ നമ്മൾ ഈ കണ്ണായിട്ടൊക്കെയാണ് യാത്ര ചെയ്യേണ്ടി വരുന്നത്. ഒരു ബസ്സിലിരിക്കുന്ന സമയത്ത് ആരാണ് തോന്നുന്നത്, ആരാണ് അടുത്തിരിക്കുന്നത്, ഒരു സ്വസ്ഥത പോലും കിട്ടാത്ത അവസ്ഥയിൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എന്താ പറയാ ഒരു ഭയം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അത് മാറ്റിയേക്കുന്ന ഒരു ഉത്തരവാദിത്വം, ഇത്തരം പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകേണ്ടത് നിങ്ങളാണ്. നമ്മുടെ ബെസ്റ്റ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കളായിട്ടുള്ള പുരുഷന്മാരും മറ്റ് ആളുകളുമാണ് എന്ന് കൂടി പറഞ്ഞുകൊണ്ട്, ഇത് അതിജീവിതമാരുടെ ഒരു തൊഴിലല്ല. ദയവ് ചെയ്ത് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം ആഗ്രഹിക്കുന്നു. അത് കാണാൻ പറ്റുന്ന ഒരു സമയത്തേക്ക് നമ്മുടെ ഈ എന്താ പറയുക കൂട്ടായ്മയുടെ വളർച്ച ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അഭിവാദ്യങ്ങൾ.